രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കായി തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. കോടതി പരിസരത്ത് രാഹുലിനെതിരെ പ്രതിഷേധിക്കാൻ സജ്ജമായി നിൽക്കുന്നുണ്ട് യുവജന സംഘടനകൾ. റഹീസ് റഷീദ്, റോഷിവാൾ തുടങ്ങിയ വിവരങ്ങളുമായി ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി താലൂക്ക് ആശുപത്രിയിലേക്ക് വന്നിരിക്കുകയാണ് രാഹുലുമായിട്ടുള്ള പോലീസ് വാഹനം. ആശുപത്രിക്ക് അകത്തേക്ക് കയറിയോ? സ്മൃതി, അല്പസമയം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധന നടത്തുന്നതിന് വേണ്ടി തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് പ്രതികരണം ചോദിച്ചതുപോലെ ഇവിടെ വെച്ചും മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ ഒരു ചിരി മാത്രം തന്ന് അകത്തേക്ക് കടന്നുപോയി. ഒരു തരത്തിലുള്ള മറുപടിയും അറസ്റ്റിന് ശേഷം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തോട് പലതവണ മാധ്യമപ്രവർത്തകർ മറുപടി ചോദിച്ചെങ്കിലും അദ്ദേഹം നൽകിയിട്ടില്ല. ഇപ്പോൾ വൈദ്യപരിശോധന നടക്കുകയാണ്. അല്പസമയത്തിനകം വൈദ്യപരിശോധന കഴിയും. സ്വാഭാവികമായും ജയിലിലായ രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പായുള്ള സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള വൈദ്യപരിശോധനയാണ് നടക്കുന്നത്. ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ ജനറൽ ആശുപത്രിയുടെ സമീപത്ത് തന്നെയുള്ള തൊട്ടടുത്തുള്ള കോടതിയിലേക്ക്, തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ ഹാജരാക്കുകയും ചെയ്യും. ഒരാഴ്ചത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ കോടതി എടുക്കുന്ന തീരുമാനം നിർണായകമായതും അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ കസ്റ്റഡി കിട്ടും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ തടയാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് വാഹനം വന്ന് അകത്തേക്ക് കയറുകയായിരുന്നു. രാഹുൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങുന്ന സമയത്ത്, അതായത് ഇതുവരെ സാധാരണഗതിയിൽ മുമ്പ് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തനിക്ക് പറയാനുള്ളത് അവസരമാക്കി അതിനുവേണ്ടി ആ സമയത്തെ വിനിയോഗിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുവരെ രാഹുലിന് വേണമെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ മാധ്യമങ്ങളോട് പറയാൻ പറ്റുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇന്നും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു, പക്ഷേ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോവുകയാണ് ചെയ്തത്. അധിക സമയം വൈദ്യപരിശോധന നീണ്ടു നിൽക്കില്ല, ഉടൻ തന്നെ കഴിയും. സാധാരണഗതിയിൽ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രം എത്തിച്ചതാണ്. അധിക വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്യും. ശരി, പക്ഷേ കോടതി പരിസരത്തും ഇപ്പോൾ പ്രതിഷേധ സാഹചര്യമുണ്ട്. നേരത്തെ ജയിലിന് പുറത്തേക്ക് ഇറക്കുന്ന ഘട്ടത്തിൽ ചീമുട്ടയേറായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഇവിടെയും കോഴിയുടെ ചിത്രമായിട്ടൊക്കെയാണ് പ്രതിഷേധം നടക്കുന്നത്. റോഷിബാൽ, കോടതി പരിസരം വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്? ഡിവൈഎഫ്ഐ മാത്രമാണോ പ്രതിഷേധമായുള്ളത്? സ്മൃതി, ഈ മെഡിക്കൽ പരിശോധന നടത്തുന്ന ആശുപത്രിയും കോടതിയും തമ്മിൽ ഏതാണ്ട് 250 മീറ്റർ മാത്രമാണ് അകലം. നേരെ എതിർവശത്താണ് കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കോടതി പരിസരത്ത് പ്രതിഷേധിക്കാൻ സജ്ജരായ യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേരെ ആശുപത്രി പരിസരത്തേക്ക് പോവുകയാണ്. അത് പോലീസിനെ കാണാം നമുക്ക്. പോലീസ് സർവ്വസജ്ജമായി തന്നെ ഇവിടെ ഉണ്ട്. കാരണം കഴിഞ്ഞ അറസ്റ്റിന് ശേഷം അന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിക്കുന്ന ഘട്ടത്തിൽ പോലീസ് വല്ലാതെ ബുദ്ധിമുട്ടിയതാണ്. കാരണം പ്രതിഷേധം അതിരുവിട്ട പ്രതിഷേധമായിരുന്നു. ഒരുപക്ഷെ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം കാരണം പരിശോധന കഴിഞ്ഞ് പുറത്തിറക്കാൻ പോലും വല്ലാതെ പടിപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. സമാന സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്, അത് മുൻകൂട്ടി അത് പ്രതിരോധിക്കാനാണ് പോലീസ് ഇവിടെ നിൽക്കുന്നത്. ഏതായാലും അപ്പുറത്ത് പ്രതിഷേധം തുടരുന്നുണ്ട്. ട്രോഫിയും ഒപ്പം ഇപ്പോൾ കോടതിക്ക് പുറത്തുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രിക്ക് പുറത്തുള്ള പ്രതിഷേധം കൂടി കാണാം. അവിടെ ബിജെപിയുടെ